ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ 19th ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ആണ്. പോസ്റ്റ് കോവിഡ് lung damage, also known as post-acute COVID-19 syndrome (PACS), refers to the lung damage and respiratory issues that some individuals experience after recovering from COVID-19. പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജിനെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് പോസ്റ്റ് അക്യൂട്ട് COVID-19 സിൻഡ്രം PACS എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഈ പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് എന്ന് പറയുന്നത് ചില ആൾക്കാരിൽ കോവിഡ് വന്നിട്ടുള്ള ആൾക്കാരിൽ കുറച്ച് സിംറ്റംസ് കാണിക്കും. അവരുടെ ലങ്സിൽ കുറച്ച് ഡാമേജസും അതുപോലെ തന്നെ കുറച്ച് റെസ്പിറേറ്ററി ഇഷ്യൂസും അവർ കാണിക്കും. സോ അതിനെയാണ് നമ്മൾ ഈ പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് എന്ന് പറയുന്നത്. കാരണം COVID-19 എന്നുള്ള ആ ഒരു ഡിസീസ് കാരണം ലങ്സിന് വന്നിട്ടുണ്ടായിരുന്ന ഡാമേജസിനെയാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് കുറച്ച് ടൈപ്സ് ഓഫ് ദിസ് പോസ്റ്റ് കോവിഡ് ഡാമേജസ് ആണ്. നമ്മുടെ ലങ്സിന് വരാവുന്ന കുറച്ച് ടൈപ്സ് ഓഫ് ഡാമേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസീസ് സിൻഡ്രോം ARDS, a life-threatening condition categorized by inflammation and scarring in lungs. സോ COVID-19 വന്നിട്ടുള്ള ആൾക്കാർക്ക് പിന്നീട് എന്ത് ചെയ്യാം, ഈ ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസീസ് സിൻഡ്രോം എന്നുള്ളൊരു ഡിസീസും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസീസ് സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിൽ സ്കാറിങ്ങും അതുപോലെ ഇൻഫ്ലമേഷനും ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസീസ് സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പൾമണറി ഫൈബ്രോസിസ്, സ്കാറിങ് ആൻഡ് തിക്കനിങ് ഓഫ് ലങ് ടിഷ്യൂ ലീഡിങ് ടു റെഡ്യൂസ്ഡ് ലങ് ഫങ്ഷൻ ആൻഡ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്. സോ പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിൻ്റെ ടിഷ്യൂസ് തിക്ക് ആവുകയും അതുപോലെ അവിടെ കുറച്ച് സ്കാറിങ്സ് ഒക്കെ വരുന്ന ആ ഒരു അസുഖമാണ് ഈ പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പൾമണറി ഫൈബ്രോസിസ് വന്നാൽ അതുവഴി നമ്മുടെ ലങ് ഫങ്ഷനിങ്സും ബ്രീത്തിങ്ങും ഒക്കെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും ഈ ഒരു ഡിസീസ്. തേർഡ് വരുന്ന ബ്രോങ്കിറ്റിയാസിസ് ആണ്, പെർമനന്റ് എൻലാർജ്മെന്റ് ഓഫ് പാർട്സ് ഓഫ് ദ എയർവേസ് കോസിങ് ക്രോണിക് കഫ്, മ്യൂക്കസ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. സോ ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ എയർവേസ് ഒക്കെ എൻലാർജ് ചെയ്യും, നന്നായിട്ട് വികസിച്ച് വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിന് മെയിനായിട്ട് ഒരു ക്രോണിക് കഫ്, പിന്നെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് അധികം ഇൻഫെക്ഷൻസിൻ്റെ ഒരു റിസ്ക്കും കൂടി ഈ ഒരു ഡിസീസിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് മറ്റൊരു ഡിസീസ് എന്ന് പറയുന്നത്. സോ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസീസ് സിൻഡ്രോം, പൾമണറി ഫൈബ്രോസിസ്, ബ്രോങ്കിറ്റാസിസ്. അപ്പം ഇത്രയും ഡിസീസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോവിഡ് വന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇതും കൂടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജസിൽ പെടുന്ന ഡിസീസസ് ആണ്, ടൈപ്സ് ഓഫ് ഡിസീസ് ആണ് ഈ പറയുന്നതൊക്കെ. നെക്സ്റ്റ് വരുന്നൊരു ഡിസീസാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPD, പ്രോഗ്രസീവ് ലങ് ഡിസീസ് കാറ്റഗറൈസ്ഡ് ബൈ എയർഫ്ലോ ലിമിറ്റേഷൻ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ബ്രീത്ത്. സോ COPD എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലങ് ഡിസീസാണ്. അതെങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ഒരു പ്രോഗ്രസീവ് ലങ് ഡിസീസാണത്. ആൻഡ് ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ബൈ എയർഫ്ലോ ലിമിറ്റേഷൻ. നമ്മുടെ ലങ്സിലേക്കുള്ള എയറിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും, കുറയും. അതുവഴി നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഈ ഒരു ഡിസീസ് കാരണം ഉണ്ടാവും. അതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. നെക്സ്റ്റ് പൾമണറി എംബോളിസം, ബ്ലഡ് ക്ലോട്ട്സ് ഇൻ ലങ്സ് വിച്ച് ക്യാൻ ബി ലൈഫ് ത്രെട്ടനിങ് ഇൻ ലെഫ്റ്റ് അൺട്രീറ്റഡ്. സോ പൾമണറി എംബോളിസം എന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിലേക്ക് ബ്ലഡ് പോകുന്ന ആ ഒരു വെസൽസ് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയാണ് ഈ ലങ്സിൽ. സോ ഇത് ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളൊരു ഡിസീസാണ് ഈ പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. സോ പൾമണറി എംബോളിസം എന്ന് പറയുന്നത് എന്താണ്, ലങ്സിൽ ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു ഡിസീസാണ് പൾമണറി എംബോളിസം. ആൻഡ് ഇതും ഒരു പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ഡിസീസാണ്. നെക്സ്റ്റ് വൺ ഈസ് ന്യൂമോണിയ. ന്യൂമോണിയ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലങ്സ് വിച്ച് ക്യാൻ ബി കോസ്ഡ് ബൈ ബാക്ടീരിയ, വൈറസ് ഓഫ് ഫംഗി. സോ ഫംഗി, വൈറസ്, ബാക്ടീരിയ ഏതെങ്കിലും ഒരു ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കാരണം ഉണ്ടാവുന്ന ലങ്സിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. അതും കോവിഡ് വരുന്ന ആൾക്കാർക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ്. നെക്സ്റ്റ് ലങ് നൊഡ്യൂൾസ് ഉണ്ടാവും, അബ്നോർമൽ ഗ്രോത്ത് ഇൻ ലങ്സ് വിച്ച് ക്യാൻ ബി ബെനിഗിൻ ഓർ ക്യാൻസറസ്. സോ ലങ് നൊഡ്യൂൾസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലങ്സിൽ അബ്നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന, എന്ന് വെച്ചാൽ നോർമൽ അല്ലാത്ത രീതിയിലുള്ള കുറച്ച് ഗ്രോത്ത്സ് ഒക്കെ നമ്മുടെ ലങ്സിൽ കാണാം. അത് ഏത് ബെനിഗിൻ എന്ന് വെച്ചാൽ അത് ക്യാൻസറസ് ഉണ്ടാക്കുന്നതായിരിക്കും, അതുപോലെ തന്നെ ക്യാൻസർ വരാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു നൊഡ്യൂൾസും ആവാം. സോ രണ്ടും വരുന്നുണ്ട് അവിടെ. ഒന്നെങ്കിൽ ഇത് ക്യാൻസറസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ക്യാൻസറസ് അല്ലാത്ത രീതിയിലുള്ള ഒരു ചെറിയ നൊഡ്യൂൾസ് ഒക്കെ ആയിരിക്കും ഇതിൽ കാണപ്പെടുക.
നെക്സ്റ്റ് വരുന്നതാണ് ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പാസിറ്റി. സോ ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിലൊരു ഹേസി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഒരു ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഇമേജ് ടെസ്റ്റിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് ഈ ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ പൾമണറി വാസ്കുലർ ഡിസീസ്, കണ്ടീഷൻ അഫക്റ്റിംഗ് ദ ബ്ലഡ് വെസൽസ് ഇൻ ലങ്സ് സച്ച് ആസ് പൾമണറി ഹൈപ്പർടെൻഷൻ. സോ പൾമണറി വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിലെ ബ്ലഡ് വെസൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. നെക്സ്റ്റ് റെസിഡ്യൂറൽ ലങ് ഡാമേജ്, പെർസിസ്റ്റൻറ്റ് ലങ് ഡാമേജ് ആൻഡ് സ്കാറിങ് ആഫ്റ്റർ COVID-19 റിക്കവറി. സോ COVID-19 ഉള്ള ആൾക്കാർക്ക് അവർ റിക്കവർ ചെയ്തതിന് ശേഷവും ലങ്സിൽ വരുന്ന ലങ്സിൽ നിലനിൽക്കുന്ന ഒരു ഡാമേജസ്, സ്കാറിങ്, ഇതൊക്കെയാണ് റെസിഡ്യൂറൽ ലങ് ഡാമേജസിൽ വരുന്നത്. ആൻഡ് വിച്ച് ക്യാൻ ലീഡ് ടു ലോങ് ടേം ബ്രീതിങ് ഡിഫിക്കൽട്ടീസും. ഈ ഒരു കാരണം കൊണ്ട് അവരുടെ ലങ്സിലുള്ള സ്കാറിങ്ങും അതുപോലെ തന്നെ ആ ഒരു ലങ് ഡാമേജ് അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടീസും കൂടി ഉണ്ടാവും. സോ അതിനാണ് നമ്മൾ റെസിഡ്യൂറൽ ലങ് ഡാമേജ് എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിനായിട്ടുള്ള പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജസിൽ വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്. It's essential to seek medical attention if you are experiencing persistent or severe respiratory symptoms after COVID-19. സോ COVID-19 ഡിസീസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സിവിയർ ആയിട്ട് റെസ്പിറേറ്ററി സിംറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അതിനെന്ത് ചെയ്യണം, ഒരു മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് അതിന് നിങ്ങൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. അല്ലെങ്കിൽ അത് ഭാവിയിൽ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് പറയുന്നത് കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു ഈ പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജസ് ഉള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ഓർ ഫീലിംഗ് വിൻഡഡ് ഈവൻ വെൻ ഡൂയിങ് സിമ്പിൾ ടാസ്ക്. ഇപ്പം എന്താണ്, അവർക്ക് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, അവർക്ക് കംപ്ലീറ്റ്ലി നന്നായിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ബ്രീത്ത് എടുക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവുക, അങ്ങനെ ഒരു സിംറ്റം ഉണ്ടാവും. പിന്നെ കഫിങ്, പെർസിസ്റ്റൻറ്റ് കഫിങ് വിച്ച് മേ ബി ഡ്രൈ ഓർ പ്രൊഡ്യൂസ് മ്യൂക്കസ്. അപ്പം കഫമുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ചുമ, അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ചുമ, അങ്ങനെ എന്ന് വെച്ചാൽ കുറേ നാളത്തേന് അങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചുമ, 2 to 3 weeks ഒക്കെ മേളിൽ കഫ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ദെൻ ചെസ്റ്റ് ടൈറ്റ്നസ്, ഫീലിംഗ് ഓഫ് ടൈറ്റ്നസ് ഓർ ഡിസ്കംഫർട്ട് ഇൻ ചെസ്റ്റ്. അപ്പം ചെസ്റ്റിൽ എന്താണ് ഒരു ടൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഫീൽ ചെയ്യുക. ദെൻ ഫാറ്റിക്, വെരി ടയേർഡ്, എക്സ്ട്രീംലി ടയേർഡ് ഓർ എക്സോസ്റ്റഡ്. ദെൻ വീസിങ്, ഹൈ പിച്ച്ഡ് സൗണ്ട് വൈൽ ബ്രീത്തിങ് ഔട്ട്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഒരു വീസിങ് സൗണ്ടും കൂടി അവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഒരു പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന കുറച്ച് സിംറ്റംസ് ആണ്, കോമൺ സിംറ്റംസ് ആണ് ഇവയൊക്കെ. നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു COVID-19 നമ്മുടെ ലങ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഈ COVID-19 കോസസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ്, ഇൻഫ്ലമേഷൻ. COVID-19 ക്യാൻ കോസ് ഇൻഫ്ലമേഷൻ ഇൻ ലങ്സ് ലീഡിങ് ടു സ്കാറിങ് ആൻഡ് ഡാമേജ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഇൻഫ്ലമേഷൻസ് നമ്മുടെ ലങ്സിൻ്റെ ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ സ്കാറിങ്സ് ഒക്കെ ഡാമേജസ് ഒക്കെ വരുത്തും. ദെൻ ഫൈബ്രോസിസ് ഉണ്ടാക്കുന്നുണ്ട്, ദ ഫോർമേഷൻ ഓഫ് എക്സസ് കണക്റ്റീവ് ടിഷ്യൂ ഇൻ ലങ്സ് വിച്ച് ക്യാൻ ലീഡ് ടു സ്റ്റിഫ്നെസ് ആൻഡ് യൂസ് ടു ലങ് ഫങ്ഷൻ. സോ ഈ ഒരു ഫൈബ്രോസിസ് ഉണ്ടാക്കാറുണ്ട്. ഫൈബ്രോസിസ് വഴി എന്താ ചെയ്യുന്നത്, നമ്മുടെ കണക്റ്റീവ് ലങ്സിലുള്ള കണക്റ്റീവ് ടിഷ്യൂസിനൊക്കെ വളരെയധികം സ്റ്റിഫ്നെസ്സും അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് ലങ് ഫങ്ഷൻസ് ഒക്കെയാണ് ഈ ഒരു ഫൈബ്രോസിസ് ഉണ്ടാക്കും. ദെൻ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവാറുണ്ട്. COVID-19 ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ബ്ലഡ് ക്ലോട്ട്സ് വിച്ച് ക്യാൻ ബ്ലോക്ക് ദ ബ്ലഡ് ഫ്ലോ ടു ദ ലങ്സിലേക്ക് പോകുന്ന വെസൽസിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ, ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ ഉണ്ടാവും. ദെൻ ഇമ്മ്യൂൺ റെസ്പോൺസ്, ആൻഡ് ഓവർ റിയാക്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്യാൻ കോസ് ഇൻഫ്ലമേഷൻ ആൻഡ് ഡാമേജ് ടു ദ ലങ്സ്. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസൻസ് വളരെയധികം ഓവർ ആക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവും, അതുവഴി ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ലങ്സിലെ ഡാമേജസ് ഒക്കെ വരുത്തും. സോ ഇത് കോസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഇൻഫ്ലമേഷൻ, ഫൈബ്രോസിസ്, ബ്ലഡ് ക്ലോട്ട് ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നെക്സ്റ്റ് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അത് ഫസ്റ്റ് പറയുന്നത് ഏജ്. ഓൾഡർ അഡൾട്ട്സ് ആർ മോർ ലൈക്ലി ടു എക്സ്പീരിയൻസ് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ്. അണ്ടർലൈങ് ഹെൽത്ത് കണ്ടീഷൻസ്, ഇൻഡിവിജ്വൽസ് വിത്ത് പ്രീ എക്സിസ്റ്റിംഗ് lung conditions such as COPD or asthma are more susceptible. Then the severity of COVID-19, those who experience severe COVID-19 symptoms are more likely to develop post-COVID lung damage. Then smoking can increase the risk of post-COVID lung damage. സോ പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് വരാനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ഏജ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ കുറച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ അവർക്ക് ഈ ഒരു കോവിഡ് വന്നാൽ അതിന് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജും കൂടി അവർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് മറ്റെന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതുവഴിയും അവർക്കിപ്പം ആസ്മ, COPD അങ്ങനെ എന്തെങ്കിലും ഒരു ലങ് കണ്ടീഷൻസ് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കും പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ
COVID-19 സിവിയറിറ്റി വളരെയധികം സിവിയർ സ്റ്റേജിലാണ് അവർ COVID-19 ആ ഒരു ഡിസീസ് അവർക്ക് വന്നതെങ്കിലും ഈ ഒരു പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റ് പറയുന്നതാണ് സ്മോക്കിങ്ങും പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ഉണ്ടാക്കാനൊരു മെയിനായിട്ടൊരു റിസ്ക് ഫാക്ടറാണ് ഈ ഒരു സ്മോക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ ഡയഗ്നോസിസ് മെത്തേഡാണ്. എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം, പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇമേജിംഗ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ചെസ്റ്റ് എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ അതുവഴിയൊക്കെ നമുക്ക് ലങ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ പറയുന്നതാണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, സ്പൈറോമെട്രി ഓർ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ടു മെഷർ ലങ് കപ്പാസിറ്റി ആൻഡ് ഫംഗ്ഷൻ. സോ സ്പൈറോമെട്രിയും അതുപോലെ തന്നെ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റിയും ഫംഗ്ഷനിങ്ങും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട്. അതുവഴി നമുക്കറിയാം നമുക്ക് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ഉള്ളവർക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ് ഓക്സിജൻ തെറാപ്പി ടു ഹെൽപ്പ് ഇൻക്രീസ് ഓക്സിജൻ ലെവൽസ് ഇൻ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സിജൻ തെറാപ്പി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മെഡിക്കേഷൻസ് ടു റിഡ്യൂസ് ഇൻഫ്ലമേഷൻ, പ്രിവെൻറ്റ് ബ്ലഡ് ക്ലോട്ട്സ് ആൻഡ് മാനേജ് സിംറ്റംസ്. സോ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബ്ലഡ് ക്ലോട്ട് ഇല്ലാതാക്കാനും അതുപോലെ തന്നെ സിംറ്റംസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് മെഡിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. ദെൻ ദ പൾമണറി റീഹാബിലിറ്റേഷൻ, എ പ്രോഗ്രാം ടു ഹെൽപ്പ് ഇംപ്രൂവ് ലങ് ഫംഗ്ഷൻ, ഇൻക്രീസ് എക്സസൈസ് ടോളറൻസ് ആൻഡ് മാനേജ് സിംറ്റംസ്. സോ പൾമണറി റീഹാബിലിറ്റേഷൻ ആയിട്ടുള്ള ഒരു ലങ് ഫംഗ്ഷനിങ്ങും അതുപോലെ എക്സസൈസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ നമ്മുടെ സിംറ്റംസ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പൾമണറി റീഹാബിലിറ്റേഷൻ, അത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. നമുക്ക് മുൻപുണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക, അതാണ് പറയുന്നത്. ഇപ്പം സ്മോക്കിംഗ് ഉള്ളവരൊക്കെ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവോയ്ഡിങ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്, പാസീവ് സ്മോക്കിംഗ് ഇല്ലാതെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റേയിങ് ഫിസിക്കലി ആക്റ്റീവ്, അപ്പം നല്ല ഫുഡും അതുപോലെ എക്സസൈസൊക്കെ ചെയ്ത് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റേ ചെയ്യുക. അപ്പം ഇത്രയാണ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഓക്സിജൻ തെറാപ്പി, മെഡിക്കേഷൻസ്, പൾമണറി റീഹാബിലിറ്റേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ മെഡിസിൻസ്, പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ഉള്ളവർക്ക് എന്തൊക്കെ മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് മെഡിക്കേഷൻസ് ഫോർ ഇൻഫ്ലമേഷൻ ആൻഡ് സ്കാരിങ്, ഇൻഫ്ലമേഷനും അതുപോലെ സ്കാരിങ്ങും ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത് കോർട്ടിക്കോസ്റ്റീറോയിഡും അതുപോലെ തന്നെ ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സും ആണ് കൊടുക്കുന്നത്. അതിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൽ വരുന്നതാണ് പ്രിഡ്നിസോൺ, മീഥൈൽ പ്രിഡ്നിസോളിൻ ആൻഡ് ഡെക്സാമീഥസോൾ ടു റെഡ്യൂസ് ഇൻഫ്ലമേഷൻ. സോ കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൽ നമ്മൾ കൊടുക്കുന്നതാണ് പ്രെഡിനിസോൺ, മീഥൈൽ പ്രെഡിനിസോളിൻ ഓർ ഡെക്സാമീഥസോൺ ആണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത്. ഇനി ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സിൽ വരുന്നതാണ് അസിത്രോമൈസിൻ, ഹൈഡ്രോക്സി ക്ലോറിക്വിനിൻ ഓർ ടോസിലിസുമാബ് ടു മോഡുലേറ്റ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്. സോ ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് മെഡിക്കേഷൻസ് ഫോർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, അതുപോലെ തന്നെ മ്യൂക്കോലൈറ്റിക്സും കൊടുക്കാറുണ്ട്. ബ്രോങ്കോ ഡയലേറ്റേഴ്സിൽ വരുന്നത് ആൽബുറ്ററോൾ, സാമൽറ്ററോൾ ആൻഡ് ഫോമറ്ററോൾ ടു റിലാക്സ് എയർവേ മസിൽസ് ആൻഡ് ഇംപ്രൂവ് ബ്രീത്തിങ്. സോ ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എയർവേസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ മസിൽസ് ഉണ്ട്. സോ ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ എയർവേസിലെ ആ ഒരു മസിൽസൊക്കെ കുറച്ച് റിലാക്സ് ആകുകയും കുറച്ച് വൈഡായിട്ട് നമുക്ക് എയർ ബ്രീത്ത് ഇൻ ചെയ്യാനും അതുപോലെ തന്നെ റിലീസിനാണെങ്കിലും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്ന ഈ സംഭവമാണ് ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറഞ്ഞ മെഡിസിൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എയർവേസ് നമ്മുടെ ലങ്സിലുള്ള എയർവേസിന് അവിടെയുള്ള മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യാനും ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മ്യൂക്കോലിറ്റിക്സിൽ വരുന്നതാണ് ആംബ്രോക്സോളിൻ്റെ മറ്റൊരു പേര് അവിടെ കൊടുത്തിരിക്കുന്ന അസറ്റൈൽസിസ്റ്റീൻ എന്ന് പറയുന്നത്. സോ ആംബ്രോക്സോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് തിൻ മ്യൂക്കസ് ആൻഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു കഫ് അപ്പ്. നമ്മൾ ചുമക്കുന്ന സമയത്ത് നമ്മുടെ മ്യൂക്കസ് കുറച്ച് തിന്നാക്കിയിട്ട് നമുക്ക് ചുമയ്ക്കാൻ കുറച്ചും കൂടി ഒരു ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു മെഡിസിനാണ് ഈ മ്യൂക്കോലിറ്റിക്സിൽ പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് മെഡിക്കേഷൻസ് ഫോർ പൾമണറി ഫൈബ്രോസിസ്. അപ്പോൾ പൾമണറി ഫൈബ്രോസിസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് ഫെനിഡോൺ ടു സ്ലോ ഡിസീസ് പ്രോഗ്രഷൻ ആൻഡ് റെഡ്യൂസ് സ്കാരിങ് ആൻഡ് നിൻറ്റിഡാനിബ് ടു സ്ലോ ഡിസീസ് പ്രോഗ്രഷൻ ആൻഡ് റെഡ്യൂസ് സ്കാരിങ്. സോ ഡിസീസ് പ്രോഗ്രസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കാരിങ്സ് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൾമണറി ഫൈബ്രോസിസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ആണ് പെർഫെനിഡോണും അതുപോലെ തന്നെ നിൻറ്റിഡാനിബും. ദെൻ ആൻറ്റികോയഗുലൻസ് ഉണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലേ. അപ്പം ഈ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് ഈ ആൻറ്റികോയഗുലൻസിൽ വരുന്ന വാർഫാരിൻ ആൻഡ് ആപിക്സാബിൻ.
സോ ഇത്രയും മെഡിസിൻസാണ് നമ്മൾ ഓരോ കേസിലും ഉപയോഗിക്കുന്നത്. പൾമണറി ഫൈബ്രോസിസ്, അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകുമ്പോൾ, ദെൻ ഇൻഫ്ലമേഷൻ, സ്കാരിങ്സ്. അപ്പം ഓരോന്നിനും നമ്മൾ ഓരോ മെഡിസിൻസാണ് യൂസ് ചെയ്യുന്നത്. So, it is essential to seek medical attention if you are experiencing persistent or severe symptoms. Early diagnosis and treatment can help alleviate symptoms, slow disease progression and improve quality of life. സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കോവിഡിന് ശേഷം ഒരു മറ്റെന്തെങ്കിലും ലങ്സിലെ ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുന്ന സിംറ്റംസ് അറൈസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അത് ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും കൂടി ചെയ്യണം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സിംറ്റംസ് കുറയ്ക്കാനും അതുപോലെ ഡിസീസ് പ്രോഗ്രഷൻ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും കൂടി നമുക്ക് സാധിക്കും. സോ ഈ ഒരു കേസിൽ നമ്മൾ എന്തായാലും മെഡിക്കൽ അറ്റൻഷൻ എടുക്കുകയും അതുപോലെ അത് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. മെയിനായിട്ട് എന്തൊക്കെ കോവിഡ് കാരണം എന്തൊക്കെ ഡാമേജസ് ആണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലങ്സിന് വരുന്നതെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഒന്നും നമുക്ക് വിട്ടുകളയാനുള്ളതില്ല. അപ്പം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.